പ്രിയമുള്ളവരെ, നമ്മളിന്ന് മരണത്തിൻ്റെ മണമുള്ള ഒരു ദിനത്തിലാണായിരിക്കുക. 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ചോരയുടെ മണമുള്ള ഒരു ദിനം. ആ നീതിമാൻ്റെ, ആ ചെറുപ്പക്കാരൻ്റെ മരണത്തിന് നമ്മളെല്ലാവരും ഉത്തരവാദികളാണ്. നമ്മൾക്കാർക്കും അതിൽ നിന്ന് ഒരു ഒഴികഴിവുമില്ല. കാരണം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ നീതിമാൻ, ആ ചെറുപ്പക്കാരൻ കുരിശിലേറ്റപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ കാൽവരിയിൽ ചിന്തപ്പെട്ട തിരുരക്തത്തിൻ്റെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിത നിയോഗങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ചെറിയൊരു അനുഭവം പങ്കുവെച്ചുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കണം. ചങ്ങനാശ്ശേരി അതിരൂപതയിൽപ്പെട്ട ഒരു ഇടവകയിൽ അടുത്ത് തന്നെ കഴിഞ്ഞ വർഷം ഒരു കപ്പൂച്ചിൻ മിഷൻ ധ്യാനം നടന്നയിടയിൽ വീട് സന്ദർശനവുമായി ബന്ധപ്പെട്ട് കടന്നു ചെന്നപ്പോൾ ഉണ്ടായൊരു അനുഭവമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കടന്നു ചെല്ലുന്നതിന് മുൻപ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ആ ഭവനത്തിലുണ്ടെങ്കിൽ അത് സംസാരിച്ച് തീർക്കുക, അതിനുശേഷം വീട് വെഞ്ചരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കടന്നു ചെന്നപ്പോൾ ചോദ്യം ഇത്രയേ ഉള്ളൂ: എന്തെങ്കിലും പറയാനുണ്ടോ? സാധാരണ ആദ്യമേ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കടന്നു വരികയാരായിരിക്കും? വീട്ടിലെ കുടുംബസ്ഥയായിരിക്കും. പക്ഷെ ഇവിടെ നേരെ മറിച്ചാണ് സംഭവിച്ചത്. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ആദ്യം ഷെയർ ചെയ്ത് തുടങ്ങിയത് വീട്ടിലെ കുടുംബനാഥനാണ്. അദ്ദേഹം പറഞ്ഞ് ഇത്ര മാത്രമേ ഉള്ളൂ: അച്ഛാ, ഇവിടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞാൻ തനിച്ച് മാത്രമേ ഉള്ളൂ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് വണ്ടടിച്ചു. കാരണം അതും പറയേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലെ അമ്മയാണ്. ഞാൻ ചോദിച്ചു, എന്താ കാരണം, എന്താണ്? അപ്പം അദ്ദേഹം പറഞ്ഞു, അച്ഛൻ അവളോട് തന്നെ ചോദിച്ചുകൊള്ളാം. അപ്പം ഞാൻ നേരെ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി എന്താണ് പ്രശ്നം, എന്താണ് ഒരുമിച്ചിരുന്നൊരു കുടുംബ പ്രാർത്ഥന ഇല്ലാത്തതിന് കാരണം എന്താണ്? ചേച്ചി ആദ്യം ഒന്നും മിണ്ടിയില്ല. ഞാൻ കുറേ നേരം പണിപ്പെട്ടതിന് ശേഷം മാത്രമാണ് ചേച്ചി ഒന്ന് ഓപ്പൺ ആയത്. ചേച്ചി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: അച്ഛാ, ഞാൻ എന്തിനു പ്രാർത്ഥിക്കണം? ഞാൻ എല്ലാ ദിവസവും ഈ കുറച്ച് നാളുകൾ വരെ കുടുംബ പ്രാർത്ഥന സജീവമായി പങ്കെടുത്തിരുന്നുകൊണ്ടിരുന്ന വ്യക്തിയാണ്, കൊന്തയില്ലിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെ തീർത്ഥാടനത്തിന് പോയി മുട്ടിലെഴിഞ്ഞ് കൈകൾ വിരിച്ചു പിടിച്ച് എൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ എന്തിനു വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചോ, ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെ പോയോ, അത് ഇതുവരെയും എനിക്ക് സാധിച്ച് ദൈവം തന്നിട്ടില്ല. പിന്നെ ഞാൻ എന്തിനു പ്രാർത്ഥിക്കണം? എൻ്റെ പ്രാർത്ഥനകൾക്ക് ഇതുവരെയും ഉത്തരം കിട്ടിയിട്ടില്ല. പിന്നെ എന്തിന് ഞാൻ പ്രാർത്ഥിക്കണം? പ്രിയമുള്ളവരെ, അതിനുള്ള ഒരു ഉത്തരം, അത് നമ്മുടെ എല്ലാം ജീവിതത്തിലുള്ള ഒരു ചോദ്യമാണ്. അതിനുള്ള ഒരു ഉത്തരം ഇന്നത്തെ ദിവസത്തിലെ 2 പ്രധാന വ്യക്തികളിലൂടെ ഒന്ന് കടന്നു പോയിട്ട് നമുക്കൊന്ന് കാണാൻ പരിശ്രമിക്കാം. മറ്റാരുമല്ല, ഒന്ന് ആ കുരിശിൽ തൂക്കപ്പെട്ട മനുഷ്യൻ, മറ്റൊന്ന് ആ കുരിശിന് താഴെ നിൽക്കുന്ന സ്ത്രീ. ഒന്ന് സഞ്ചരിക്കണം. ഇത് എപ്പോൾ തീരുന്നു അപ്പം നിർത്തും. ഒന്ന് കൂടെ സഞ്ചരിക്കണം. ഇടയ്ക്ക് വെച്ച് കണക്ഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ പറഞ്ഞു ഒന്നും മനസ്സിലായില്ലെന്ന് പറഞ്ഞേക്കരുത്. പ്രിയമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയം, അതിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് പൗലോസ്ലീഹ ഈ പറയുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദൈവം എല്ലാം സാധിച്ചു തരും എന്ന് പറയുന്നതിനെ വളരെ മനോഹരമായിട്ട് മറ്റൊരു തരത്തിൽ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താണത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും. ഞാൻ ചുരുക്കി പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മയായി പരിണമിക്കും. ഈ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിലും ആ കുരിശിൽ തൂക്കപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തിലും എന്ത് നന്മ, നമ്മളതൊന്ന് കാണാൻ പരിശ്രമിക്കുകയാണ്. എന്തു നന്മ? പ്രിയമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ രൂപം ഒന്ന് എടുത്തു നോക്കുക. എവിടെ ഇരിക്കണേ? പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ രൂപം ഉണ്ടെങ്കിൽ അതെ, ആ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ രൂപത്തിലേക്ക് നോക്കുമ്പം ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള ആളുകൾ വരെ മാറി നിൽക്കും, അല്ലേ? അതീവ സുന്ദരിയാണ് പരിശുദ്ധ കന്യകാമറിയത്തെ നോക്കുമ്പോൾ, അതീവ സുന്ദരിയാണ്. വിരലുകൾക്കെല്ലാം നല്ല നീളമുണ്ട്. പറഞ്ഞു വയ്ക്കുന്ന പ്രകാരമാണ്, വിരലുകൾക്ക് നീളമുള്ള വിരലുകളുണ്ടെങ്കിൽ അത് സുന്ദരിമാരുടെ ലക്ഷണം എന്നൊക്കെയാണ് പറഞ്ഞു വയ്ക്കണേ. പ്രിയമുള്ളവരെ, ആ സ്ത്രീ എന്ന് പറയുന്നത് അന്നു വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടിയിട്ട് അനുദിനം കഠിനാധ്വാനം ചെയ്യുന്ന ഒരു തച്ചൻ്റെ ഭാര്യയാണ്. അന്നു വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു കുടുംബിനിയാണ് ആ സ്ത്രീ.
അടുക്കളയിൽ എല്ലാ ദിവസവും കഷ്ടപ്പെടുന്ന, ഈ കരിക്കലമൊക്കെ തേച്ച് കൈകളുടെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ട, അടുക്കളയിലെ പുകയെല്ലാം അടിച്ച് സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ പിന്നെ എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചിത്രീകരിക്കുന്നു? ഇത്രയേ ഉള്ളൂ. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ചില മനുഷ്യരെ, അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യരെ ദൈവം ഉള്ളം കൈ കൊണ്ട് നടക്കുന്നു. അവർക്ക് ഒരു കുറവുമില്ല, അവരുടെ ജീവിതത്തിൽ സഹനങ്ങളില്ല, പ്രശ്നങ്ങളില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഉടയ തമ്പുരാൻ, ദൈവം തമ്പുരാൻ അവരുടെ ഉള്ളം കൈകളിലാണ് അവരെ താങ്ങി നടത്തുന്നത് എന്ന ഒരു മിഥ്യാധാരണ അത് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് സകല വിശുദ്ധരെയും, ഈ പരിശുദ്ധ കന്യകാമറിയം അടക്കം സകല വിശുദ്ധരെയും നമ്മൾ അങ്ങനെ ചിത്രീകരിക്കണേ. അതങ്ങനെയാണോ? പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജീവിതം എടുത്ത് നോക്ക്. സ്വർഗം ഇറങ്ങി വന്ന് ഗബ്രിയേൽ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയണത്, ഇതാ കർത്താവിന്റെ ദാസി, ക്ഷമിക്കണം, ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോട് കൂടി എന്നാണ്. ദൈവകൃപ നിറഞ്ഞവളെ, അങ്ങനെ ദൈവകൃപ നിറഞ്ഞവളെ എന്ന് സ്വർഗം അഭിസംബോധന ചെയ്ത ആ സ്ത്രീയുടെ ജീവിതം പിന്നീട് എങ്ങനെയായിരുന്നുവെന്ന് നമ്മൾ ചിന്തിക്കണം. അവിടെ കൊണ്ട് നമ്മൾ നിർത്തരുത്. ഒന്ന് ഓർക്കണം, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന വാക്ക് കേൾക്കുമ്പം പരിശുദ്ധ കന്യകാമറിയത്തിനുണ്ടാകുന്ന സന്തോഷമല്ല, അതിൻ്റെ ഭവിഷ്യത്ത് എന്താണ് എന്ന് മനസ്സിലാക്കാത്തവളുമല്ല പരിശുദ്ധ കന്യകാമറിയം. കാരണം നിയമാവർത്തന പുസ്തകം അനുസരിച്ച് വിവാഹത്തിന് മുൻപേ ഗർഭിണിയായി കാണപ്പെടുന്ന സ്ത്രീ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം. അവളുടെ സൽപ്പേരിന് കളങ്കം വരും, അവളും കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും, വിചാരണ ചെയ്യപ്പെടും. അപ്പൊ ഇതെല്ലാം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മനസ്സിലുണ്ട്. അതിലെല്ലാം ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് പോകുന്നു. ദൈവത്തിന്റെ പദ്ധതിയല്ലേ എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുമ്പോഴും തുടർന്ന് അങ്ങോട്ട് ഈ നിറവയറുമായിട്ട് ഈ പരിശുദ്ധ കന്യകാമറിയത്തിൽ യാത്ര ചെയ്യേണ്ടി വരുന്ന അവസ്ഥയെ നമ്മളൊന്ന് ധ്യാനിക്കണം. നിങ്ങൾ വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്യും, ഒരു 8 മാസം പ്രായമായൊരു സ്ത്രീ, അല്ലെങ്കിൽ 9 മാസം നിറവയറുമായിട്ട് കിലോമീറ്ററുകളും താണ്ടി യാത്ര ചെയ്യേണ്ടി വരുന്ന, ഒരു കഴുതയുടെ പുറത്ത് യാത്ര ചെയ്യേണ്ടി വരുന്ന അവസ്ഥയെ നിങ്ങൾ വെറുതെ ഒന്ന് ധ്യാനിക്കുക. അത്ര സുഖകരമായിട്ടുള്ള യാത്രയൊന്നുമല്ല. പൂർണ്ണമായിട്ടും റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് ആ സ്ത്രീ എടുക്കുന്ന യാത്ര. തുടർന്ന് അങ്ങോട്ട് ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ, ഏതൊരു അമ്മമാരുടെയും ഏതൊരു സ്ത്രീയുടെയും ഏറ്റവും വലിയ ആഗ്രഹം ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കണമെന്നുള്ളതാണ്. അത് വളരെ വൃത്തിയായിട്ടുള്ളൊരിടത്ത്. പക്ഷെ ആ സ്ത്രീക്ക് അത് സാധിച്ചു എന്നുള്ളതാണ്. അതും ദൈവപുത്രനെ, സ്വന്തം പുത്രനെ, ദൈവപുത്രനായ യേശുവിനെ അവൾ പ്രസവിച്ചിരുന്നത് കാലിത്തൊഴുത്തിലാണ്. അതും പോരാഞ്ഞിട്ട് ഈ പ്രസവ വേദനയുടെ ഇടയിലും ഈ സ്ത്രീ വീണ്ടും നടത്തുന്ന യാത്രയുണ്ട് ഈജിപ്തിലേക്ക്. നന്നേ ചെറുപ്രായത്തിൽ തന്നെ ഈ സ്ത്രീ വിധവയായി തീർന്നിട്ടുമുണ്ട്. അതോടെ നിൽക്കട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ മക്കളെ പറ്റി മോശമായിട്ടൊരു വാർത്ത കേട്ടാൽ അമ്മമാരുടെ ഹൃദയം പെടയോ ഇല്ലയോ? യേശുവിനെ പറ്റി മോശമായിട്ടുള്ള ഒരു വാർത്ത ഈ സ്ത്രീയുടെ ചെവിയിലും എത്തുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ലൂക്കായുടെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്, അവന് സുബോധം നഷ്ടപ്പെട്ടു എന്നെ സഹോദരന്മാർ അറിഞ്ഞുവെന്നാണ് പറഞ്ഞു വെക്കണേ. അവന് സുബോധം നഷ്ടപ്പെട്ടു. സുവിശേഷകനെ വളരെ മനോഹരമായിട്ടുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് സുബോധം, അതായത് വട്ട്. സ്വന്തം മകന് ഭ്രാന്താണ് എന്ന് ഒരമ്മയ്ക്ക് എങ്ങനെയാണ് കേട്ടു നിൽക്കാൻ സാധിക്കുക? വെറുതെ ആലോചിച്ച് നോക്ക്. തുടർന്ന് വരുന്ന 3-ാം അധ്യായത്തിൽ തുടർന്ന് വരുന്ന ഭാഗത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്, ആ സ്ത്രീയും സഹോദരന്മാരും അവൻ്റെ അമ്മയും സഹോദരന്മാരും അവനെ കാത്ത് പുറത്തു നിൽക്കുന്നു. ഈ പറഞ്ഞ വാർത്ത ശരിയാണോ എന്നറിയാനുള്ള ഒരു ആകുലതയാണ് ഉള്ളില്. ഇങ്ങനെ ജീവിതം മുഴുവൻ ആകുലതയിൽ കഴിഞ്ഞ ഒരു സ്ത്രീ, അതും പോരാഞ്ഞിട്ട് ആകപ്പാട് ആശ്രയമുള്ള, സ്വന്തം ഭർത്താവ് നഷ്ടപ്പെട്ടു, ഈ ആകപ്പാട് ആശ്രയമുള്ള 33 വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ്റെ ചലനമറ്റ ശരീരത്തെ സ്വന്തം കൈകളിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു അമ്മയുടെ മാനസികാവസ്ഥ നമ്മളൊന്ന് ആലോചിക്കണം. എന്തു നന്മ! ദൈവകൃപ നിറഞ്ഞവളെന്ന് സോക്കോൾഡ് ദൈവകൃപ നിറഞ്ഞവളെന്ന് നമ്മൾ വിളിക്കുന്ന ഈ സ്ത്രീയുടെ ജീവിതത്തിൽ എന്ത് നന്മയാണ് നമുക്ക് കാണാൻ പറ്റണേ? പരിശുദ്ധ കന്യകാമറിയത്തെ മാറ്റിവെക്കാം. ഇനി നമ്മൾ ഒരു 2 വ്യക്തികളും കൂടെ കണ്ടിട്ട് യേശുവിലേക്ക് വരാം. മറ്റാരുമല്ല, ശിഷ്യപ്രമുഖൻ പത്രോസ്. ശിഷ്യപ്രമുഖൻ പത്രോസിനെ യേശു വിളിക്കണ വേള, അതായത് നമുക്കറിയാം, ഈ മീൻ പിടിക്കാനായിട്ട് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടണില്ല. യേശു കടന്നു വരുന്നു, വലതുവശത്ത് വലയിറക്കുക എന്ന് പറയുന്നു, വല നിറച്ച് മീൻ കിട്ടുന്നു. മനോഹരമാണ്, സൂപ്പർ. യേശു കടന്നു വന്നപ്പോഴത്തേനും പത്രോസിന്റെ ജീവിതം മാറിയെന്ന് നമ്മൾ പറയും. നമ്മൾ അവിടെ കൊണ്ടും വായന നിർത്തരുത്. അവിടെ നിന്നും തുടർന്ന് ക്രിസ്തു ഈ മനുഷ്യനെ പിടിച്ചുകൊണ്ട് സെന്റ് പീറ്റേഴ്സ് ഫിഷർ മാർക്കറ്റിലെ മാനേജറാക്കാനായിട്ടാണ് പത്രോസിനെ വിളിച്ചുകൊണ്ട് പോയതെങ്കിൽ നമുക്ക് പറയാം മനോഹരമാണ് ജീവിതമെന്ന്.
പക്ഷെ അതിനായിട്ടല്ല പത്രോസിനെ വിളിച്ചുകൊണ്ട് പോകുന്നത്, മറിച്ച് കുരിശിന്മേൽ തലകീഴായിട്ട് തൂക്കപ്പെട്ട് കൊല്ലപ്പെടാൻ വേണ്ടിയിട്ടാണ് പത്രോസിനെ യേശു വിളിച്ചുകൊണ്ട് പോണേ. എന്ത് നന്മ പത്രോസിന്റെ ജീവിതത്തിൽ! എല്ലാ നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് എഴുതി വെച്ച പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ എന്ത് നന്മ! 39 തവണ ചാട്ടവാറ് അടികൾ ഏൽക്കേണ്ടി വന്ന മനുഷ്യൻ, 4 ദിവസം കടലിലൂടെ ഒഴുകി നടക്കേണ്ടി വന്ന മനുഷ്യൻ, ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന മനുഷ്യൻ, അവസാനം ഗളച്ഛേദം ചെയ്യപ്പെട്ടു, കഴുത്തറക്കപ്പെട്ടു. ഈ പൗലോസിന്റെ ജീവിതത്തിലും ഇത് എഴുതി വെച്ച, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് എഴുതി വെച്ച, അല്ലെങ്കിൽ പറഞ്ഞു വെച്ച പൗലോസിന്റെ ജീവിതത്തിൽ എന്ത് നന്മ! പ്രിയമുള്ളവരെ, യേശുവിന്റെ ജീവിതത്തിലേക്ക് നമുക്ക് വരാം. ഇന്ന് ഈ മനുഷ്യന് ഒരു പരാതിയുണ്ട്. ഈ ദിനത്തില്, ഇതൊക്കെ വെള്ളിയാഴ്ച, അത് മറ്റൊന്നുമല്ല. 3 വർഷക്കാലം കൂടെ നടന്ന മനുഷ്യർ. യേശു പരസ്യജീവിതം ആരംഭിക്കുന്നത് 30-ാം വയസ്സിൽ, 33-ാമത്തെ വയസ്സിൽ മരിക്കുന്നു. 3 വർഷക്കാലം മാത്രമാണ് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്ലീഹന്മാർക്കും ഈ ജനങ്ങൾക്കും, ഈ പറയുന്ന എന്തിനേറെ പറയുന്നു, അല്ലെങ്കിൽ പീലാത്തോസ്, ഈ പടയാളികൾ ആരുമായിക്കൊള്ളട്ടെ, അവർക്കെല്ലാം ക്രിസ്തുവിനെ പരിചയമുള്ളൂ. ഇത്ര വർഷക്കാലം കൂടെ ജീവിച്ചിട്ട് നമ്മുടെ ജീവിത പങ്കാളി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ? ചേച്ചിയോടെ ഇന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പൊ 3 വർഷക്കാലം മാത്രം കൂടെ ജീവിച്ച ഒരു മനുഷ്യനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റണേ? അത് ക്രിസ്തുവിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു പിതാവിനോട് പ്രകാരം പറയണേ, പിതാവ്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കുക. കാരണം ഇവർക്കറിയില്ല ക്രിസ്തു ആരാണ് എന്ന് വ്യക്തമായിട്ട് ഇവർക്ക് അറിയത്തില്ല. കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള സത്യം, അവൻ ചെയ്ത അത്ഭുതങ്ങളെല്ലാം സ്വീകരിച്ചു, കണ്ടു എന്ന് പറയുന്നതൊക്കെ സത്യം. പക്ഷേ ഇവൻ ആരാണ് എന്ന് ഇതുവരെയും 3 വർഷക്കാലം അവനെ കണ്ട, കൂടെ നടന്ന ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ ഒരാൾക്കറിയാം, അനാദി മുതൽ അവനോടൊപ്പമുള്ള ഒരാൾക്കറിയാം. ആരുടെ ഇഷ്ടം നിറവേറ്റുന്നതാണോ എൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞവന് ഇവനെ അറിയാം. ആരുടെ പഠനങ്ങളാണോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നിട്ട് അവൻ പഠിപ്പിച്ചത്, അവനറിയാം ഇവൻ ആരാണെന്ന്. ആരെ പറ്റിയാണോ അവൻ പഠിപ്പിച്ചത്, അവനറിയാം ഇവൻ ആരാണെന്ന്. പക്ഷേ അവൻ ഒരു വിരൽ പോലും അനക്കണില്ല എന്നുള്ളതാണ് ക്രിസ്തുവിന്റെ പരാതി. അതായത് സ്വന്തം അപ്പൻ ഒരു വിരൽ പോലും അവനെ രക്ഷിക്കുവാനായിട്ട് അനക്കുന്നില്ല എന്നുള്ളതാണ് ക്രിസ്തുവിന്റെ പരാതി. നോക്കണം, ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് അവൻ രക്തം വീർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, സ്വന്തം അപ്പനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, കഴിയുമെങ്കിൽ ഇതൊന്ന് മാറ്റി കൊടുക്കണില്ല. ആ ചങ്ക പൊട്ടി ചോദിച്ചേ, രക്തം വീർക്കുന്നുണ്ട്, മാറ്റി കൊടുത്തില്ല അപ്പൻ. അവൻ കുരിശിന്മേൽ കടന്നുകൊണ്ട് അവൻ ഉരുവിടുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഏൽ ഏൽ ലമാ സബക്താനി, ഏൽ ഏൽ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. അതായത് പ്രിയമുള്ളവരെ, അതൊരു ജനറിക് നെയിമാണ്, കോമൺ, എല്ലാവരും ഉപയോഗിക്കുന്ന. പക്ഷേ അന്ന് വരെ ക്രിസ്തു ഉപയോഗിച്ച പദം ശ്രദ്ധിക്കണം, അബ്ബ, അപ്പ. അതായത് നമ്മളെല്ലാവരും, ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ദൈവത്തെ ദൈവമേ ദൈവമേ എന്ന് വിളിക്കുമ്പം അവൻ മാത്രം അപ്പ അല്ലെങ്കിൽ പപ്പ എന്നൊരു വിളി. അത് മാത്രമേ അന്ന് വരെ ആ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഉരുവിട്ടിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു വേളയിൽ, കുരിശിൽ കിടക്കുന്ന വേളയിൽ അവൻ ഉപയോഗിക്കുന്നത്, അവന്റെ കൂടെ ജീവിച്ച ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും അന്ന് വരെ ഉപയോഗിച്ച അതേ വാക്ക്, ഏൽ ഏൽ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. അപ്പൊ അത്രമാത്രം വേദനയിലൂടെ, സഹനത്തിലൂടെ ഈ മനുഷ്യൻ കടന്നു പോയിട്ടുണ്ട്. ആ ഒരു നിമിഷത്തിൽ മാത്രമാണ് അന്ന് വരെ അപ്പ എന്ന് വിളിച്ചവനെ, പപ്പ എന്ന് വിളിച്ചവനെ അവൻ ദൈവമേ എന്ന് വിളിക്കണതുള്ളൂ. പക്ഷേ എന്നിട്ടും ദൈവം ഒരക്ഷരം ഉരിയാടുന്നില്ല. ദ വയലന്റ് സൈലൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഭീകരമായിട്ടുള്ള, വന്യമായിട്ടുള്ള നിശബ്ദത മാത്രമാണ് സ്വന്തം പുത്രന് പോലും ദൈവം നൽകി അനുഗ്രഹിക്കണേ. അതിവന്യമായിട്ടുള്ള, ഭീകരമായിട്ടുള്ള നിശബ്ദത. അപ്പം എന്ത് നന്മ എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. പ്രിയമുള്ളവരെ, സ്വന്തം അപ്പൻ പോലും ഉത്തരം കൊടുക്കാത്തപ്പോഴും, അവന്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാത്തപ്പോഴും, ഈ പാനപത്രം മാറ്റി കൊടുക്കാതെ വന്നപ്പോഴും, ഏറ്റവും അവസാന നിമിഷം അവൻ പറയുന്ന പ്രാർത്ഥനയാണ് നമ്മുടെ എല്ലാ ജീവിതത്തിലും നമ്മൾ സ്വീകരിക്കേണ്ട കാര്യം. അവൻ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അപ്പം എന്താണ് നന്മ? പ്രിയമുള്ള, ഈ പരിശുദ്ധ കന്യാമറിയം ഈ കുരിശിന്റെ ചുവട്ടിൽ അവസാനം സ്വന്തം മകന്റെ ശരീരം സ്വന്തം കൈകളിൽ ഏറ്റുവാങ്ങി, ആ ചിത്രം ആദ്യം വരയ്ക്കുന്നത് മൈക്കലാഞ്ചലോയാണ്. അദ്ദേഹം അതിന് പിയാത്ത എന്ന് പേരിട്ടു. അതിൻ്റെ അർത്ഥം വിശ്വസ്തത എന്നുള്ളതാണ്.
33 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗമിറങ്ങി വന്ന് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്ന് പറഞ്ഞ വചനത്തിൽ മാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു സ്ത്രീ, ഒരു പരാതിയും കൂടാതെ അവസാന നിമിഷം സ്വന്തം മകന്റെ ശരീരം, ചലനമറ്റ ശരീരം സ്വന്തം കരങ്ങളിൽ സ്വീകരിക്കുമ്പോഴും ആ വിശ്വാസത്തിൽ അണുവിട തെറ്റാതെ ആ സ്ത്രീ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. 33 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം കൊടുത്ത ഒരു ഉറപ്പാണ്, ദൈവം നിന്നോട് കൂടെ. ആ ഒരു ഒറ്റ ഉറപ്പിന്മേൽ മാത്രമാണ് ഈ സ്ത്രീ സകലവിധ സഹനങ്ങളിലൂടെയും സ്ത്രീ കടന്നുപോയത്. അതായത് ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്ന നന്മ, ഒരൊറ്റ നന്മ മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന സ്ത്രീഹന്മാരുടെ ജീവിതത്തിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാലും ദൈവം കൂടെയുണ്ട് എന്നുള്ള ഒറ്റ നന്മയുടെ പുറത്ത് മാത്രം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി ചില മനുഷ്യർ. പ്രിയമുള്ളവരെ, നമുക്കെല്ലാം ജീവിതത്തിൽ ആ ഒരൊറ്റ ഉറപ്പേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കും, ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചൊരിയും. നിങ്ങൾ ഇന്ന് ക്യാൻസർ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു, ഒരു പക്ഷേ ദൈവം നിങ്ങളുടെ ക്യാൻസർ എടുത്തു മാറ്റിയെന്ന് വരാം. പക്ഷേ നാളെ മരണം എന്ന യാഥാർത്ഥ്യം നമ്മളെ തേടിയെത്തും. പ്രിയമുള്ളവരെ, നമ്മൾ ചോദിച്ചിട്ടും നമുക്ക് ഉത്തരം കിട്ടാത്ത വേളയിലും, നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയും, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നന്മയും നടക്കാത്ത വേളയിലും സർവ്വനന്മയായി ദൈവത്തെ മുറുകെ പിടിക്കാൻ പറ്റുന്നുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ കൊച്ചുപുഷ്പം ഇപ്രകാരം പറഞ്ഞു വെക്കുക, ദൈവം നരകത്തിലാണ് എങ്കിൽ ഞാൻ സ്വർഗത്തേക്കാൾ നരകത്തെ ഇഷ്ടപ്പെടുന്നു. ദൈവം നരകത്തിലാണ് എങ്കിൽ സ്വർഗത്തേക്കാൾ ഞാൻ നരകത്തെ ഇഷ്ടപ്പെടുന്നു. അതായത് നരകതുല്യമാണ് എൻ്റെ ജീവിതമെങ്കിലും ദൈവം കൂടെയുണ്ടോ, ഞാൻ ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകും. പ്രിയമുള്ളവരെ, ഒരൊറ്റ ഉറപ്പ് മാത്രം പോരെ നമ്മുടെ ജീവിതത്തിൽ. സഹനങ്ങൾ ഇല്ല എന്നല്ല നന്മ എന്ന വാക്കിൻ്റെ അർത്ഥം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളില്ല, ബുദ്ധിമുട്ടുകളില്ല, പ്രശ്നങ്ങളില്ല എന്നല്ല. ദൈവം കൂടെയുണ്ട് എന്നൊരൊറ്റ ഉറപ്പ്. പ്രിയമുള്ളവർ, അതുകൊണ്ട് തന്നെയാണ് ജോബ് സഹനത്തിൻ്റെ വേളയിലൂടെ കടന്നു പോകുമ്പോൾ ജോബ് പ്രകാരം പ്രാർത്ഥിക്കുക, എൻ്റെ സമ്പത്തിലും സന്നിഹിതനായ ദൈവം എൻ്റെ സഹനത്തിലും സന്നിഹിതനാണ്. പത്രോസ്ലീഹായുടെ ലേഖനത്തിൽ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ പറഞ്ഞു വെക്കുന്നത് പോലെ, ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പ്രിയമുള്ളവരെ, ആ കുരിശിൽ കിടക്കുന്നവൻ നൽകുന്ന സന്ദേശത്രയേ ഉള്ളൂ. നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ച തമ്പുരാൻ കർത്താവ് നിന്റെ സഹനത്തിൻ്റെ വേളയിലും കൂടെ ഉണ്ടാകും. അതിനെയാണ് ഉയർപ്പ് എന്ന് വിളിക്കുക. ഈ ദുഃഖവിളിക്ക് ശേഷം ഒരു ഉയർപ്പ് വരും. ആ ഒരു ബോധ്യം എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. പരിശുദ്ധ കന്യകാമറിയവും സകല വിശുദ്ധരും എന്തിനേറെ പറയും, ഇന്ന് കുരിശിലേറ്റപ്പെട്ട ആ ക്രിസ്തു പോലും നമുക്ക് കാണിച്ചു തരുന്ന മാതൃകതയാണ്. ദൈവം കൂടെ ഉണ്ടാകും. നമ്മുടെ സഹനത്തിൻ്റെ വേളയിലും അടിപതറാതെ ദൈവത്തെ അള്ളിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.